ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഡി ബി വെക്കണം, ഏതൊക്കെ ഡി ബി ആണ് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ വയറെല്ലാം വരുന്ന സമയത്ത് ഒരുപാട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ നമുക്ക് ഏത് ഡി ബി സെലക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് വി ഗാർഡിൻ്റെ ഡി ബി ആണ്. അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ്, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡി ബി ആണ് വരുന്നത്. കണ്ടോ, വി ഗാർഡിൻ്റെ മോഡലാണ് വരുന്നത്. നിങ്ങൾക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റുന്നതാണ്, കാരണം ഞങ്ങൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് വി ഗാർഡിൻ്റെ ഡി ബി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യപ്രദമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അകത്തിട്ട് വർക്ക് ചെയ്യുന്നതിനും ടൈറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് 8 വേ ഡി ബി ആണ്, അതായത് 6 വേ ഡി ബി വരുന്നുണ്ട്, 8 വേ ഡി ബി വരുന്നുണ്ട്. ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. MRP കൊടുത്തിരിക്കുന്നത് ഉണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ 12 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. 12,985 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിനേക്കാൾ കുറച്ച് റേറ്റിന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. 61 ആംസാണ് മാക്സിമം ഇതിൻ്റെ സപ്പോർട്ടിങ് വരുന്ന വോൾട്ടേജ് വരുന്നത്, അതായത് 3 ഫേസും കൂടിയിട്ട് വരുന്നത്. 8 വേ ഡി ബി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിന് 3 ഫേസ് ആയതുകൊണ്ട് ഒരു ഫേസിന് 8 MCB വയ്ക്കാം. അപ്പോൾ 8 × 3 24 MCB നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന അതിൻ്റെ അകത്ത് വരുന്ന ഡി ബിയിൽ വരുന്ന സെലക്ടർ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാനലിന്, അതായത് MCBയുടെ കവർ വരുന്ന പോലുള്ള പാനലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കവർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്, അതായത് L&Tയുടെ സെലക്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് കമ്പനിയുടെ സെലക്ടറുകളാണ് വി ഗാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സെലക്ടറുകളെല്ലാം തന്നെ L&Tയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്യാവശ്യം വലിപ്പമുള്ള സെലക്ടറുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സെലക്ടർ സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ പോലെ വന്നിട്ടുണ്ട്, 3 ഫേസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ സെലക്ടർ തൊട്ടപ്പുറത്ത് നമുക്ക് കറണ്ട് ഉണ്ടോ എന്ന് ആ സെക്ഷൻ, അതായത് ഓരോ ഫേസും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, പക്ക നീറ്റായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്കിങ് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ പ്ലേറ്റ് സിസ്റ്റത്തിലാണ്, പ്ലേറ്റിംഗ് രീതിയിൽ തന്നെയാണ് ലിങ്കിങ്ങും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാനായിട്ട് കാണുന്നത്, കാരണം ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഡി ബി ആയതുകൊണ്ട് നമുക്ക് വയറുകൾ 3 ഫേസ് ഡി ബി വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം വയറ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ വയറുകൾ കറക്റ്റ് ചെയ്ത് ഒതുക്കുന്നതിനും ഒതുക്കി കൊണ്ടുപോയി നീറ്റാക്കി ചെയ്യുന്നതിനും, അതുമാത്രമല്ല ഇൻഡക്ഷൻ ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വയർ വെച്ച് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതെല്ലാം മാക്സിമം ഒഴിവാക്കാനായിട്ട് ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ട്, 2 എർത്ത് റോഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫുൾ എർത്ത് റോഡും അതുപോലെ തന്നെ സെയിം വരുന്ന എർത്ത് റോഡും കരുതുന്നത്. ഏകദേശം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് എത്ര എർത്തിൻ്റെ പോയിന്റുകൾ നമ്മൾ പല സർക്യൂട്ടുകളിൽ നിന്ന് വന്നാലും നമുക്കതിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ന്യൂട്രൽ ലിങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ കണക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് കാണിച്ചത്. 3 സെക്ഷനായിട്ട് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇൻവെർട്ടറിന് സോളാറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, സോളാറിൻ്റെ സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, എല്ലാ സെക്ഷനുകളും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് മാറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ്, അതായത് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സോളാറിൻ്റെ സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ അഡ്വാൻസ് കണ്ടുകൊണ്ട് തന്നെയാണ് അത് ഡി ബി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത് ഐസൊലേറ്ററും ELCBയും വരുന്നത്. പിന്നെ MCBകൾ സെക്ഷൻ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 MCB ഓരോ ഫേസിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ 8 × 3 24 MCBകൾ കൊടുക്കാം. 24 നിർദ്ദേശം 24 സർക്യൂട്ട് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത്യാവശ്യം വലിപ്പമുള്ള വീടുകളിലാണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എന്നാൽ വലിപ്പമുള്ള ഡി ബി ആണ്. ഇൻഡക്ഷൻ, അതായത് ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു മിനിമം വലിപ്പമുള്ള ഡി ബി ആണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് വലിപ്പമുള്ള ഡി ബികൾ പല കമ്പനികളുടെ അവൈലബിൾ ആണ്. വിജാഗിരി, അതായത് ഫ്രണ്ടിലെ ഡോറുകൾ വിജാഗിരി ടൈപ്പ് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സെലക്ടർ വരുന്ന സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന സെലക്ടറുകളല്ലാതെ ഓട്ടോമാറ്റിക് സെലക്ടറുകൾ വരുന്ന രീതിയിലുള്ള ഡി ബികളും അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വലിപ്പമുള്ളൊരു ഡി ബിനെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗം, അതായത് വലിപ്പമുള്ള ഡി ബി എന്തുകൊണ്ട് വെക്കണമെന്ന് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.